ശേഖവൻ. നാട്ടാരെ, ഇന്നലെ വരെ മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുടവ തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. കാവിൽ അമ്മയാണ് സത്യം. എനിക്കുണ്ട നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവയും എടുത്തോണ്ട് വരും. ഇവൻ പഴയ മരം വെട്ടി തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് സംശയം. വരട്ടെ മാറ്റി നോക്കാം. പടച്ചോനെ, നമ്മൾ വല്ല കിനാവും കാണുകയാണോ? കൊന്ന ആ ഇബിലീസിനെ അവൻ കൊന്നോ? കൊന്നു. മൂന്നാമത്തെ മത്സരപ്പടി ഇതാ. എന്റെ പുരുഷൻ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. രാവിലെ സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം. സ്വയംവരത്തിനുള്ള എല്ലാ മത്സരങ്ങളിലും ഇവൻ ഒന്നാമനായി ജയിച്ചു കഴിഞ്ഞു. തീർന്നിട്ടില്ല. ഈ മരം വെട്ടിയുടെ വാളിന്റെ ഊറ്റം നോക്കി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. കുറച്ച് ഒരു മരം വെട്ടിയോട് തോൽക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും. അവന്റെ മനസ്സ് പതറിക്കാനായി വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുന്നു. മരം വെട്ടി കാരാമതി മല അന്നാൽ മല വേറെ. ക്ഷമിക്കും. ഒളിച്ചിരുന്ന് ഓലിയിടുന്ന ഊളന്മാരോടല്ല നമ്മൾ പൊരുതേണ്ടത്. നാട്ടാരെ, ആക്ഷേപം കേട്ടില്ലയോ? മരം വെട്ടി കാട്ടുപറയൻ. കുടുംബത്തിലെ നെയ്യും ചോറും തിന്ന് കുംഭവീർത്ത പണിയെടുക്കാത്ത അനങ്ങാ പാറകളെ, കൊല്ലപ്പണിക്കൻ പണിഞ്ഞു തന്ന വാളിന്റെ ഊറ്റവും കാണിച്ചു നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, വാൾമുന കൊണ്ട് തുള്ളി ചോര പൊടിഞ്ഞാൽ പൊറുക്കണമെങ്കിൽ പറയൻ പറിച്ചുകൊണ്ടുവരുന്ന പച്ച മരുന്ന് വേണ്ടേ? ചൊല്ലിൻ. നിന്റെ നാക്ക് ഞാൻ അറിഞ്ഞോളയും. എന്തിന് കലികേറുന്നു? നാടുവാഴും തമ്പുരാനെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഭദ്രകാളിന്റെ അനുഗ്രഹം കിട്ടിയ കാളിദാസനാര്? പറയനോ തമ്പുരാനോ? ചൊല്ലിൻ. ചിദംബരനാഥന്റെ ദർശനം കിട്ടിയ നന്ദനാരാരെന്ന് ചൊല്ലിൻ. പറയനോ തമ്പുരാനോ? ഭക്തപാക്കനാർ പറയനല്ലേ? ചൊല്ലിൻ. എന്തിനേറെ പറയുന്നു? ഈ മലനാട്ടിന്റെ മക്കളെല്ലാം പറയപ്പെട്ട പന്തിരി കൊത്തിന്നുണ്ടായതല്ലേ? പടച്ചോനെ, ഈ നമുക്ക് എന്താണ് ഈ പറയുന്നത്? നമ്മളെല്ലാം പറച്ചിന്റെ മക്കളാണെന്നാ. മിണ്ടാതിരിക്കും. എന്താ ഉത്തരമില്ലേ? ഇതാ പൊന്നി വീണ്ടും ചൊല്ലണ്. ഈ മലനാട്ടിൽ ഏതേലും ഒരു പോരാളി ഉണ്ടെങ്കിൽ വരിൻ, ചുരികയും പരിചയും എടുക്കിൻ.
കയ്യന്മാർക്ക് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ വരിൻ. പവരി ഓടുന്ന പീരക്കുട്ടികളെ നിൽക്കണ. ഈ മലനാട്ടിൽ പാണനെന്നോ പറയനെന്നോ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അവന്റെ തല കാണില്ല. ഓർമ്മയിരിക്കട്ടെ. പൊറുക്കണം കുട്ടിയമ്മ. നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി മേലിൽ വേണ്ട. ചന്തുവേട്ടന്റെ ഗുണവും ദോഷവും ഇനി എനിക്ക് ആവശ്യമില്ല. 101 രാവുകൾ മറ്റൊരു പെണ്ണിന് വേണ്ടി. പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം. ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തറി. ഇത് ചോരയല്ല, പൊന്നിയമ്മയുടെ തുപ്പൽ കോളാമ്പിക്കുള്ള ഏറാണ്. ഇത് തുടയ്ക്കേണ്ടത് ഞാനല്ല. ഞാൻ കൊല്ല്, എന്നെ കൊല്ല്, കൊല്ല. ഇറങ്ങിപ്പോന്റെ മുമ്പിൽ പോകാം, പോകാം. എടി അമുക്കളെ, പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൻ പെണ്ണുങ്ങളെ പടച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല. നമുക്ക് തോന്നുമ്പോ കിട്ടും, തോന്നുമ്പോ ആയിരിക്കും. അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ പോലെ തുടങ്ങിയല്ല. ഞമ്മക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ കാണുമ്പോ പോവും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും. നിങ്ങൾ സമ്മതിച്ച പോകുമല്ലേ? നമ്മുടെ മുഖത്തല്ലാതെ അന്യ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിപ്പോയാൽ എല്ലാത്തിനും ഞാൻ മയ്യത്താക്കളെ. ഇല്ല, ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല. ആ മരംവെട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളെയും ക്ഷമിക്കും ചന്തൂട്ടി. നമ്മളെങ്ങനെ ക്ഷമിക്കും? കരച്ചതും പോയി, പിടിച്ചതും പോയി, ഒറ്റാലി കറന്നതും പോയി. പടച്ചോനെ, നമ്മുടെ മുഖീന്ന് കെട്ടിയോളുമകളുടെ മണവും പോയി. ഒന്ന് വീശിത്തര ഒരു പെണ്ണിന്റെ പൊടിയുണ്ട്. ഗുരുവായൂരപ്പ, നിങ്ങൾ പട നയിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ദുർഗാദാസന്റെ ഊറ്റം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവനെ വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവകരെ തേടിൻ. അംഗച്ചേവകർ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം. അതെ, പുത്തരി അംഗത്തിൽ അരിങ്ങോടരെ മുറിച്ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. നമ്മളും പെരുത്ത് കേട്ടിരിക്കണു ഓനെ പറ്റി. എന്നാ നമുക്ക് പുറപ്പെടാം.
എന്റെ പൊന്നോമന മോൻ ആരോമച്ചേകവര് പോയി, എന്റെ അരുമ മോള് ഉണ്ണിയാർച്ചയും പോയി, പുത്തൂരം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാലമേ എന്നെ ഉയിരോടെ ഇട്ടിരിക്കുന്നു. എന്താണ് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. കണ്ണപ്പനുണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ? വന്നില്ല. ആ, എന്താ ചെയ്യുക? ചോദിക്കാനുള്ളവരൊക്കെ പോയി, ബാക്കിയുള്ളവർക്ക് വയസ്സുമായി. തോന്നുമ്പോ വരട്ടെ. ആ, അവന്റെ മുറപ്പെണ്ണെന്തിയെ കുഞ്ഞിദേവി? അവൾ അവനെയും കാത്ത് പഠിപ്പുരയിൽ നിൽപ്പാ. കുഞ്ഞെപ്പോഴും ആരെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനേ നമ്മുടെ പൂവാലി പശു കയറ് പൊട്ടി ഓടിപ്പോയി, അവളെ നോക്കുകയായിരുന്നു. ആ, അവളെ ഇപ്പൊ കയറ് പൊട്ടിക്കുന്ന പ്രായ. ഏതായാലും കുഞ്ഞിഞ്ഞു പോരെ, അവക്ക് വീട് നല്ല നിശ്ചയമാ. കണ്ണപ്പനൊന്ന് തമ്പുരാൻ വരികയാന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ 100 നാഴി അകലെന്ന കണ്ണപ്പനുണ്ണിയെ കാണാൻ എത്തിയത്. ഇതാരാണ്? കണ്ണപ്പനുണ്ണിയുടെ നേർപ്പങ്ങളായിരിക്കും. അല്ല, മുറപ്പെണ്ണ്. പേര് കുഞ്ഞിദേവി, ഉണ്ണിയാർച്ചമ്മയുടെ ഒരേ ഒരു മകൾ. ഉണ്ണിയാർച്ചമ്മയുടെ മകൾ? നമസ്കാരം. നമസ്കാരം. കുഞ്ഞിദേവി എന്നെ പറ്റി കേട്ടിരിക്കുമല്ലോ. തച്ചോളി കുഞ്ഞി ചന്തുവാണ് ഞാൻ. ഇല്ല, എന്റെ അമ്മാവനെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന് ഒരു ചതിയനായ ചന്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാനാണ് കൈപ്പള്ളി പാച്ചൻ. ഇല്ല, കൈപ്പള്ളി പാലാട്ട് കോമക്കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം. പൊങ്ങൻ ചെട്ടിയാർ. ഞമ്മളാണ് വളപട്ടണം മൂശാക്കുട്ടി. ആട്ടെ, നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ അടിച്ചുതളിക്കാരി ഉമ്മിണി. ആ, അടിച്ചുകളിക്കാരി ആണെങ്കിലും ഉമ്മിണിയുടെ മുഖത്തൊരു മൊഞ്ചുണ്ട്. വരും വരും. കണ്ണപ്പനുണ്ണി തമ്പുരാനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവൻ. എന്റെ മകൻ ആറോമോൻ ചേകവരുടെ മകനാണ് കണ്ണപ്പനുണ്ണി. ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുണ്ണൂരി. ഞങ്ങളൊരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത്. ചോദിപ്പോളം അംഗക്കിഴിപ്പണം കൊണ്ടുവന്നിരിക്കുന്നു.